ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ കള്ളനാക്കി ആ പോലീസുകാരൻ്റെ വീട്ടിലേക്ക് കടന്നു കയറി നേരെ അടിച്ച് തകർക്കുകയാണ് ആ പോലീസുകാരനെ. വിക്രമിൻ്റെ അടി കൊണ്ട് അവശനായി തീർന്ന പോലീസ് നേരെ ഈ അഭിലാഷിനെ വിളിക്കുകയാണ്. അതായത് യഥാർത്ഥ കള്ളൻ അഭിലാഷിനെ. എടാ അഭിലാഷേ, ഇന്നിവിടെ വിക്രം വന്നായിരുന്നു, വീട്ടിൽ കയറി. അവൻ എന്നെ ഒരുപാട് തല്ലിയടാ. പക്ഷേ അവനോട് എനിക്ക് പ്രതികാരം വീട്ടണം. ഓ, അപ്പം സാറിനും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലേ? അതേടാ, കിട്ടേണ്ടതൊക്കെ കിട്ടി. നീ എന്തെന്നെ കളിയാക്കിയാണ്? ഇല്ല സാറേ, അവനിട്ടൊരു പണി കൊടുക്കണമെന്നും എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും പണി തുടങ്ങിക്കോടാ. നീ ആവശ്യപ്പെടുന്ന പണം നിൻ്റെ കയ്യിൽ എത്തോടാ അഭിലാഷേ. ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ പുറത്തിറക്കും. പിന്നെ അവനെ തീർക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നല്ല കാര്യം. എൻ്റെ തലയിൽ തൊപ്പി തെറിച്ചാലും പ്രശ്നമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യേ സാറേ, സാറിൻ്റെ തലയിൽ തൊപ്പി തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ സാറിന് പട്ടിക്ക് തുല്യമാണ്. സാറിന് ആര് പേടിക്കാനായിട്ട്? ആരെയും പേടിക്കില്ല. നീ എന്താടാ, നീ എന്നെ കളിയാക്കുകയാണ്? സാറേ, കളിയാക്കിയതൊന്നുമല്ല സാറേ. സാറൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. സാറിൻ്റെ തല തൊപ്പിയില്ലെങ്കിൽ വിക്രം ഇപ്പം തന്നെ സാറിനെ അടിച്ച് തകർത്തു. പിന്നെ അതും കൂടി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. എടാ, എന്തൊക്കെ വന്നാലും ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അവനിട്ട് പണി കൊടുക്കണം, അവൻ്റെ കുടുംബത്തെ തകർക്കണം എന്നും പറഞ്ഞുകൊണ്ട് അഭിലാഷിന് കൊട്ടേഷൻ കൊടുക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജയാണെങ്കിൽ തുണിയൊക്കെ അലക്കി വിരിക്കുക. ഈ രണ്ട് ആൺമക്കളും ആണെങ്കിൽ പത്രവും വായിച്ചുകൊണ്ട് കാപ്പിയും കുടിച്ചുകൊണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുമില്ല അച്ഛാ. അല്ല, നീ എന്താ ചായ കുടിക്കണം? അല്ല അച്ഛാ, ഇതൊരു കാപ്പി, എനിക്ക് വല്ലാതൊരു കുളിരലൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നേരെ തൂമ്പ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതെന്താ ഇത്? ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടില്ലേ? എടാ, നീയൊക്കെ എന്തിന് കൊള്ളാടാ? എടാ, ആ വെള്ളത്തിൻ്റെ കാവയെങ്കിലും നിനക്കൊന്ന് തുറന്നു വിടാനായിട്ട് പാടില്ലേ? ഇതും എൻ്റെ കൈ തന്നെ വേണോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമ്മ ചാക്കിൽ കുറച്ച് ചാണകമായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ കയറി വരിക. ആ സമയത്ത് പെട്ടെന്ന് കമലയ്ക്ക് തല കറങ്ങിയാണ്. ദൈവം, എന്നൊന്ന് പിടിക്കോ ചേട്ടാ, എന്നൊന്ന് പിടിച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ വീണു പോവുകയാണ്. നമ്മുടെ അച്ഛൻ ഓടി വരികയാണ്. ശ്രീജയെ ഓടി വരികയാണ്. എന്തു പറ്റി കമല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ, കുറച്ച് ചാണകം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസമായി എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുക്കാൻ വേണ്ടി പോയതാ. തലയിൽ ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഇവിടെത്തി കഴിഞ്ഞപ്പോഴേക്കും തലയിൽ ഒരു പെരുവരിപ്പ്. പെട്ടെന്ന് തല കറങ്ങി ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുക. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണോടെ. ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ആവശ്യമൊന്നും ഇല്ലെന്നേ, എനിക്ക് തല കറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതൊക്കെ വന്നാലും ഹോസ്പിറ്റലിൽ പോയേ മതിയാവുള്ളൂ, ഇനി ഒന്നും പറയേണ്ടതാൻ എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, എടാ മക്കളെ, എന്നാൽ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ രണ്ട് മക്കൾക്കും ആണെങ്കിൽ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാൻ വല്ലാത്ത മടി. അമ്മ അകത്തേക്ക് കയറി വന്നിട്ടേ ഇനിയിപ്പോൾ മടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അച്ഛൻ പറയണം, ആരുമില്ലെങ്കിൽ എന്താണ്, കമലേ, ഞാൻ നിൻ്റെ ഒപ്പം ഇല്ലേ? ഞാൻ നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ, വേറെ ഒരു മക്കളെയും പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ കമലയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ശ്രീജ നേരെ ശ്രീജയുടെ കെട്ടിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ കാര്യം? എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. അപ്പോൾ പിന്നെ അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാലും കുഴപ്പമില്ല, പൈസ എല്ലാം അച്ഛൻ കൊടുത്തോളും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അമ്മയോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. എന്തിനാ വെറുതെ അവരെ വെറുപ്പിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നിങ്ങളെ പെറ്റു വളർത്തിയ അമ്മയല്ലേ. നിങ്ങളെ ചെറുപ്പത്തിലെ സ്നേഹവും ലാളനയൊക്കെ തന്ന് വളർത്തിയ അമ്മയല്ലേ. ആ സ്നേഹമെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചൂടെ? നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീജ വാശി പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ നന്ദിനിയാണെങ്കിൽ നന്ദിനിയുടെ കെട്ടി എൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല, നിങ്ങളത് എങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന അമ്മയുടെ ഒപ്പം. ആഹാ, കൊള്ളാലോ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. അപ്പോൾ ഇയാൾ അങ്ങോട്ട് തിരിയുക. എന്തായിട്ട് നീ എന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, പോക്കറ്റിലെന്താ? പോക്കല്ലോ പൈസ എത്ര രൂപയുണ്ട്? 2000. അയ്യോ, തീരെ കുറഞ്ഞു പോയല്ലോ. അല്ലടി, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ. അതെ അല്ലേ? അപ്പോൾ പിന്നെ കുറച്ച് പൈസ കരുതി വെക്കണമല്ലോ. അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? ആണോ? ആവശ്യമുണ്ടെങ്കിലോ? നിങ്ങൾ ആ പൈസ ഇങ്ങനെ എടുത്തിട്ടേ. എന്തിനു നന്ദിനി? ഞാൻ അമ്മയോടൊപ്പം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോട്ടേന്നേ. ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങളെന്തിനാ പൈസ മുടക്കുന്നത്? അതിൻ്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇവിടെ എന്താ മറ്റുള്ള ഇവരില്ലേ, വിശ്വോട്ടനില്ലേ, അതുകൂടാതെ നിങ്ങളുടെ അനിയനില്ലേ, അവർക്കൊക്കെ എന്താ പൈസ മുടക്കാനായിട്ട് പറ്റില്ലേ? അവരും മുടക്കട്ടെ. വിശ്വോട്ടൻ്റെ കയ്യിലോ? അയാളുടെ കയ്യിലൊന്നും ഒരു ചുക്കുമില്ലെന്നേ. വെറുതെ നോക്കൂത്തിനെ പോലെ ഇരിക്കാൻ മാത്രമേ ഗുണമുള്ളൂ. എങ്കിൽ പിന്നെ നിങ്ങളും അധികം പൈസ മുടക്കാൻ നിൽക്കണ്ട. ആ പൈസ ഇങ്ങെടുത്തേ.
അങ്ങനെ 2000 എടുത്ത് കൊടുക്കുക. അതിൽ നിന്നൊരു 150 എടുത്ത് ഇയാൾക്ക് തന്നെ കൊടുത്തിട്ട് ഇത് മതി. ഇതോ ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ കൂലിയെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ. ഓട്ടോ കൂലി കൊടുത്തെന്നുള്ളൊരു പേരും ആയല്ലോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായല്ലോ? ഓ മനസ്സിലായിടി, ഇപ്പോഴാണ് എനിക്ക് അർത്ഥങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായത്. ഞാൻ ഏറ്റുവന്നേ, മാക്സിമം അവരുടെ കൂടെ പോകാതിരിക്കാനും ഞാൻ ശ്രമിക്കാം എന്ന് ഇയാൾ പറയുക. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ നമ്മുടെ വിക്രം നല്ല കൂർക്കം വലിച്ചെറുക്കുക. ഈ വർക്ക്ഷോപ്പിൽ എത്രയും ബഹളം കേട്ടിട്ട് പോലും വിക്രം കണ്ണു തുറക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ജോലിക്കാർ പറയണോ, വിക്രമേട്ടൻ്റെ ഒരു ഭാഗ്യേ. കാരണം കണ്ടില്ലേ, ഇത്രയും ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ നടന്നിട്ട് സുഖമായിട്ട് ദേ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നത് കണ്ടില്ലേ. അപ്പോഴാണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് നമ്മുടെ വേദ വിളിക്കുകയായിരുന്നു. അപ്പോൾ ആ കോളിൻ്റെ ആ ഒരു ശബ്ദം കേട്ടിട്ട് പോലും വിക്രം കണ്ണു തുറക്കുന്നില്ല. ദേ ഇത് നോക്കിക്കണ്ടേ, ഫോൺ അടിക്കുന്നുണ്ട്, എന്നിട്ട് അവൻ കണ്ണു തുറക്കുന്നില്ലല്ലോ. എന്തെങ്കിലും അവിടെ നിന്ന് വിളിക്കാനൊന്നും പോകണ്ട, വിക്രത്തിൻ്റെ സ്വഭാവം അറിയാലോ, ഇനി വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അങ്ങനെ വിക്രം ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ കോളാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. ഇവൾക്ക് വേറൊരു പണിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അപ്പോൾ വേദ വീണ്ടും വിളിച്ച് നോക്കിയാണ്, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ദൈവമേ, ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതേ വരുന്ന വിനായകൻ. അപ്പോൾ വിനായകനാണെങ്കിൽ ഫോണും വിളിച്ചുകൊണ്ട് വരിക. എന്താ കാര്യം, നിനക്ക് എന്താ അർജൻറ്റ് കോളുണ്ട്? അയ്യോ അമ്മേ, അത് പിന്നെ എനിക്ക് അമ്മയോടൊപ്പം വരാൻ പറ്റില്ല, എനിക്കൊരു കച്ചവടത്തിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഞാനപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. സാരമില്ല മോനെ, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോഴത്തെ വിശ്വൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ വിശ്വനോട് ചോദിക്കുകയാണ് കമല, നീ വരുന്നുണ്ട് മോനെ? അയ്യോ അമ്മേ, അത് പിന്നെ എനിക്ക് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ കൂടെ എനിക്കൊന്ന് പോകണം, ചിലപ്പോൾ ജോലി അത് ശരിപ്പെട്ടാലോ എന്നും പറഞ്ഞുകൊണ്ട്, ശരിയടാ നീ വരണ്ട, നീ അതേ കയറി പോയിക്കോ. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കണം, കമല എന്താ ഞാൻ നിൻ്റെ കൂടെ വന്നാൽ നിനക്ക് പറ്റില്ലേ? നീ എന്തിനാണ് വരാത്തവരെയൊക്കെ കൂടെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ വിഷയേട്ടാ ഒന്നുമില്ല ഏട്ടാ, അത് പിന്നെ ആ വിശ്വൻ അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, മാഷ് എൻ്റെ കൂടെ വന്നാൽ മതി. അപ്പം നന്ദിനി ഇറങ്ങി വന്നിട്ട്, അല്ല വിനായകേട്ടനെ ഒരു സ്ഥലക്കച്ചവടം ഉള്ളത് കൊണ്ടായിരുന്നു പെട്ടെന്നാണ് വിളി വന്നത്, അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൂടെ വിട്ടാനായിരുന്നു. അതൊന്നും കുഴപ്പമില്ല നന്ദിനി, നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട. അപ്പോൾ ശ്രീജ കുറച്ച് വെള്ളവും ഭക്ഷണമായിട്ട് വരികയാണ്. ഇതിൽ വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ, അമ്മയെ ശരിക്കും നോക്കണേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേ വരുന്നു വേദ. അപ്പോൾ വേദ ഇവരോട് പറയുകയാണ്, ഞാൻ വിക്രമിനെ വിളിച്ചു നോക്കി, പക്ഷേ വിക്രം ഫോൺ എടുക്കുന്നില്ല. ഇത് കേട്ടോ നമ്മുടെ മാഷാണെങ്കിൽ, ആരാ പറഞ്ഞത് വിക്രമിനെ ഇപ്പോൾ വിളിക്കാനായിട്ട്? ഞങ്ങളുടെ സഹായത്തിന് ആരെങ്കിലും വേണമെന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ഭാര്യയെ സുരക്ഷിതമായിട്ട് നടക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ആരുടെ സഹായത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കമലയും കൊണ്ട് പോവുകയാണ് മാഷ്. അപ്പോൾ ആ ഒരു വർത്തമാനം മാഷിൻ്റെ നാവിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നന്ദിനി ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചിരി. അപ്പോൾ ശ്രീ ചോദിക്കണം, നീ എന്തിനാ നന്ദിനി ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? എനിക്കെന്താ ഇവിടെ ചിരിക്കാനും പാടില്ലേ? ഇത് നല്ല പണിയായിപ്പോയല്ലോ. ഞാൻ ചിരിച്ചെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? അല്ല, ചിരിക്കേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായില്ലല്ലോ, പിന്നെന്തിനാ ചിരിക്കുന്നത്? ആര് പറഞ്ഞു ഇവിടെ സാഹചര്യം ഉണ്ടായില്ലെന്ന്? ഇവിടെ സാഹചര്യം ഉണ്ടായല്ലോ. അല്ല, വലിയ മരുമകൾ കളിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നതാ, വിക്രമിനെ വിളിച്ചു എന്ന് പറയാൻ വേണ്ടി. പക്ഷേ അച്ഛൻ്റെ ആ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമല്ലാത്തൊരവസ്ഥയായി പോയില്ലേ. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. ഇനിയും ഞാൻ ചിരിക്കും അഹഹാന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുക. അപ്പോൾ ശ്രീജ പറയുകയാണ്, എന്തൊരു സ്വഭാവമാണല്ലേ ഇവളുടെ സ്വഭാവം ഒന്നും മാറ്റാനായിട്ട് പറ്റില്ല. ഇവളുടെ ചില സ്വഭാവങ്ങൾ കാണുമ്പോഴേ എനിക്ക് അരിശമാണ് വരുന്നത്. വേദ എനിക്കൊരു അരിശമില്ല കേട്ടോ. നന്ദിനി എടുത്തി പാവമല്ലേ? പാവോ? അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നന്ദിനി അടുത്തേക്ക് കുറച്ച് വിവരവും വിദ്യാഭ്യാസമൊക്കെ കുറവാ, അതിൻ്റെ ഒരു ഇതാണ് ഈ കാണിച്ചു കൂടുന്നത്. അപ്പം നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, സഹതാപിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ പറയുക. അങ്ങനെ മാഷിൻ്റെ ഭാര്യ കമലയും കൂടി ഇങ്ങനെ വണ്ടിയും കാത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വേറൊരു ഗുണ്ട ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അയൽവാസി വന്ന് ചോദിക്കണം, മാഷെ എങ്ങോട്ടാണെന്ന്? ഞങ്ങളുടെ അടുത്ത് വരെയാ. അപ്പോൾ അടുത്തതിന് സ്ഥലമില്ലേ? എന്താടോ സ്ഥലം പറഞ്ഞില്ലേ താൻ പോവില്ലേ? താൻ പോടോ. അപ്പോൾ എന്തിനാ മാഷേ, എന്തിനാ അയാളോടൊക്കെ ദേഷ്യപ്പെടുന്നത്? അയാൾ ദേഷ്യപ്പെടുന്നില്ലല്ലോ, കാര്യം പറഞ്ഞല്ലേ. പിന്നെ നമ്മൾ വിശദമായിട്ട് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഇതാണ്, അയ്യോ മക്കൾ കൂടെ വന്നില്ലേ, മരുമക്കളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യങ്ങളാവും. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വരികയാണ്. ഇവർ ആ ഓട്ടോറിക്ഷയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ ഗുണ്ട നേരെ
മറ്റൊരു ഗുണ്ടനെ വിളിക്കുക, എടാ ദേ വിക്രമിൻ്റെ അച്ഛനും അമ്മയും പുറപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഫോളോ ചെയ്യണോ എങ്ങോട്ടാണെന്ന്, നീ ഫോളോ ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളും ഇവരുടെ പിന്നാലെ പോവുക. പിന്നീട് കാണിക്കുന്നത് വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വേദ അവിടെ ഉണ്ടായിരുന്നു. വേദ നേരെ വിക്രത്തിനടുത്തേക്ക് ചെല്ലുകയാണ്. അയ്യോ, ഞാൻ റൂമിൽ കയറി ശല്യപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത്, നിങ്ങളെന്താ ഫോൺ എടുക്കാതെ, നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതായത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഓ, ഇപ്പോഴെങ്കിലും ചോദിക്കാനായിട്ട് തോന്നിയല്ലോ. അമ്മേ ചാണാപ്പൊടിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് തലറങ്ങി വീണു, അത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. എന്നിട്ട് നിങ്ങൾ ഫോണും എടുത്തില്ല, നിങ്ങൾ സൗഹൃദത്തിന് കിടക്കുകയും ചെയ്തു അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് നീ ആ കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. എൻ്റെ അമ്മയുടെ കാര്യം നോക്കാനായിട്ട് എൻ്റെ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോകുന്നതും അച്ഛന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അവരുടെ മനസ്സേ ഒന്നാണ്, അവരുടെ പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. പിന്നെ അമ്മയുടെ കാര്യത്തിൽ വേറെ ആരും ഇടപെടുന്നതും അച്ഛന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആഹാ, കൊള്ളാലോ, നല്ല ഡയലോഗ്, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. എന്നാലും അമ്മയുടെ ഒരു ആവശ്യം വരുമ്പോൾ വയസ്സായ അച്ഛനെ ശിക്ഷിക്കാതെ ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങളോട് ഇത്രമാത്രം അരിശം വരാനുള്ള കാരണം അതെന്താന്ന് എന്നോട് തുറന്നു പറഞ്ഞാൽ കൊള്ളാം. നിന്നോടതിപ്പോൾ പറയാൻ സൗകര്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്നും വേദയോട് തുറന്നു പറയുകയാണ് ഇവിടെ വിക്രം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.